അങ്ങനെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഞാൻ ചോറും കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ഇന്നിപ്പോൾ റേഷനരിയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. വേഗം തന്നെ ആവും. ഒരു തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് റൈസ് കുക്കറിനകത്തേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വറക്കാറും ആവും കേട്ടോ. റേഷനരിയുടെ പ്രത്യേകത അങ്ങനെയാണല്ലോ, വേഗം തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇത് അപ്പുറത്തെ വീട്ടിലെ ചെക്കനാണ് കേട്ടോ. അവൻ്റെ സംസാരം അടിപൊളിയാണ്. പൈതൺ റോട്ടിൽ കൂടെ പോയാലും അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ വിളിച്ച് നിർത്തി സംസാരിക്കും കേട്ടോ. അവൻ്റെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞാനിങ്ങനെ നാളികേരം പൊളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ പൊളിക്കാൻ പറ്റണില്ല, നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റായി തന്നെ വിളിച്ച് വരുത്തി കേട്ടോ. നമ്മളൊരു 2 മാസമായി നാളികേരം ഇട്ടിട്ട്. ഇനിയിപ്പോൾ വൃശ്ചിക മാസം ആവാറായില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നാളികേരത്തിന് നല്ല ചിലവുണ്ടാവും. അപ്പോൾ ഇനി നാളികേരം ഇടാൻ വേണ്ടിയിട്ട് ആളെ വിളിക്കണം. അപ്പോഴത്തേനും എന്തേ നമ്മുടെ അരിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 തിള തിളച്ചപ്പോഴത്തേനും ഞാൻ റൈസ് കുക്കറിനകത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ എന്തേ നമ്മൾ കഴിഞ്ഞ ദിവസം മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം ഞാൻ ഉപ്പും മുളകും മഞ്ഞളൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി വറക്കാൻ വേണ്ടിയിട്ട് ഇടുവാണ് കേട്ടോ. അതിത്തട്ട് എന്തേ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഷിബു വന്നം. അതിത്തന്നെ ഇപ്പോൾ കാറ് കൊണ്ടുപോകാറില്ല, കാരണം അവിടെ നമുക്ക് കടയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനിപ്പോൾ സ്ഥലമില്ല. നമ്മൾ ഓഫർ സെയിൽ നടത്തുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം നമ്മളിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് അങ്ങനെ അവരങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ നേരെ ഞാൻ ഉള്ളിലേക്ക് വന്ന് ഇനിയിപ്പോൾ ഡോറൊക്കെ അടച്ച് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഡോർ ഇങ്ങനെ അടയ്ക്കാൻ ശ്രമിക്കും കേട്ടോ. അങ്ങനെ തേടിയ വള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞ പോലെയാണ്. തേങ്ങ ഇടുന്ന ആൾ താഴത്തെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈയോടെ ഞാൻ പൊക്കി നമ്മുടെ വീട്ടിൽ നിന്ന് തേങ്ങ ഇടിപ്പിച്ചു കേട്ടോ. തേങ്ങ ഇടാൻ ആളെ കിട്ടാറില്ല നമുക്ക്. അങ്ങനെ മീനൊക്കെ വറുത്ത് വാരിയിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പം മുരിങ്ങയിലെ കറി ഉണ്ടാക്കാണ് കേട്ടോ. ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഇന്ന് കറി ഉണ്ടാക്കുന്നത്. സാധാരണ താളിപ്പാണ് ഉണ്ടാക്കാറ്, ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുരിങ്ങേൻ്റെ ഇല കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിലേക്ക് അരപ്പ് പറന്ന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. അരപ്പിനകത്ത് ജീരകവും തേങ്ങയും പച്ചമുളകും വെച്ചിട്ട് അരയ്ക്കും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. എന്നിട്ട് ലാസ്റ്റ് വറവിടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ മുരിങ്ങയിലെ ഇല ഒറ്റയ്ക്കല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ മുരിങ്ങ പരിപ്പ്, അതുപോലെ മുരിങ്ങേൻ്റെ ഇല ചക്കക്കുരു, ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കറി വെക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഈ 2 ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വെച്ചത്. ഒറ്റയ്ക്ക് വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും, ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇത് എങ്ങനെ ഈ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ കറികളൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമുക്ക് ടേസ്റ്റ് അറിയില്ലല്ലോ. പക്ഷേ ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ച് കഴിച്ച് തുടങ്ങിയ പിന്നെ ഇപ്പം ഞാനും ഈ താളിപ്പിനും അതുപോലെ ഈ മുരിങ്ങേൻ്റെ ഇതുപോലെ തേങ്ങ അരച്ചുള്ള കറികൾക്കൊക്കെ ഞാനും സത്യം പറഞ്ഞപ്പോൾ അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് ഈസി പണിയാണ്, പിന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിങ്ങും അടിച്ചാരത്തോടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവാസുര ഫിലിമും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എത്ര കണ്ടാലും മതിവരാത്ത പടങ്ങളാട്ടോ. പിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പുറത്ത് തികീന്ന് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.